ഞാനിന്ന് പ്രധാനമായി വരാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ കേട്ടില്ലേ വാർത്തയിലൊക്കെ ഒരു പൊന്നുമോന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കരിയില വാരുമ്പോൾ അണലി കടിച്ച് മരിച്ചൊരു ദാരുണ അന്ത്യം നമ്മൾ കേട്ടതല്ലേ, ഭയങ്കര സങ്കടമായിപ്പോയില്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ കരിയില വാരുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്കെന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ അതാണ് കേട്ടോ. നമുക്ക് ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷി എടുക്കലും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ വരുന്നത്, നിങ്ങൾ തമ്പുരയിൽ കണ്ടിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളതില്ലേ, അതിന് തന്നെയാണ് വരുന്നത്. കാരണം എന്താണെന്നറിയോ, എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ കൃഷിയാണ്. ഫുൾ കൃഷി എന്ന് പറഞ്ഞാൽ 5 പൈസ ചില്ലിക്കാശ് മുടക്കാത്തൊരു കൃഷിയാണ്. ആ ചില്ലിക്കാശ് മുടക്കാത്തതിന് കാരണം എന്താ, കരിയിലയാണ്. കരിയില കൊണ്ടുവന്ന് ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കുന്നു, കരിയില വാരിയിടുന്നു, പൊതയിടുന്നു, അങ്ങനെ ചെടികൾ നന്നായിട്ട് വളരുന്നത് കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ കരിയില വാരാൻ തുടങ്ങി. എല്ലാവരും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് കുടുംബക്കാർ തന്നെ എവിടെയും കണ്ടാൽ പറയും എന്നോട്, ഞാൻ 5 ചാക്ക് കരിയില വാരി വെച്ചിട്ടുണ്ട്, ഞാൻ 10 ചാക്കുണ്ട്, തോട്ടം നിറയെ ചാക്ക് നിറച്ച് വെച്ചത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തിനാണ് ഈ കരിയില ഇട്ട് പോകുന്നതെന്നറിയോ? കരിയില ഇട്ടാലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ കരിയിലേൻ്റെ പിന്നിലുള്ള ചതിക്കുഴി അല്ലെങ്കിൽ ആപത്ത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കരിയില ഇടുന്നതെന്ന് പറഞ്ഞാൽ, കരിയില ഇട്ട് കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്തും. ആ ചാക്കിൽ എന്താണോ നമ്മൾ നട്ടത് അതിന് നല്ല ഈർപ്പം കിട്ടും, നനവ് കിട്ടും. പിന്നെ നല്ലൊരു കമ്പോസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, മണ്ണിൽ നല്ല ചീത്ത ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കും ഈ കരിയില കമ്പോസ്റ്റൊക്കെ. അതാണ് നമ്മൾ പിന്നെ ഇപ്പം ആണെങ്കിൽ ഭയങ്കര വെയിലാണല്ലോ. അപ്പം വെയിലാകുമ്പോൾ ചെടികൾ ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ കരിയിലിട്ട് ഉണ്ടാക്കി വെച്ച ആ ചെടിയാണെങ്കിൽ ഈർപ്പം നിലനിർന്ന് AC കിടക്കും പോലെ നല്ല വളർച്ച കിട്ടും. പിന്നെ മണ്ണ് പാറ പോലെ ഉറക്കൂല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കരിയിലെങ്ങനെ വാരി ഇടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പം നല്ല ഇതാണല്ലോ, വേനൽക്കാലമാണല്ലോ, വേനൽക്കാലത്താണല്ലോ കരിയില കിട്ടുക. അപ്പോൾ കരിയില കൊണ്ടുണ്ടാകുന്ന വാരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ഞാൻ കരിയില ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ കൂടുതൽ ആൾക്കാർ, നമ്മളെ കുടുംബത്തിലെ കൂടുതൽ ആൾക്കാർ, കാരണം കൃഷി എടുത്ത് മടുത്ത് ഒന്നും കിട്ടിയിട്ട് വലിച്ചെറിഞ്ഞ് പോയവർ പോലും തിരിച്ചു വന്നിട്ടുണ്ട് എൻ്റെ കരിയില പ്രയോഗം കണ്ടിട്ട്. അങ്ങനെ അവർക്കുണ്ടായി എത്രയോ മെസ്സേജ് ഞാൻ കണ്ടു, നന്നായിട്ട് വിളവെടുത്തു, ഇനിയും വിളവെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ കരിയില എങ്ങനെയാണ് നമ്മൾ വാരേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഈ കരിയിലയിൽ പാമ്പ് വരാൻ കാരണം അതും ആദ്യം തന്നെ പറയുക. ഈ പാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വേനലാകുമ്പോൾ ചൂടാണല്ലോ. അപ്പോൾ ഈ പാമ്പുകൾക്ക് ഈ കരിയിലയിൽ നല്ല താപം, ഈർപ്പം നിലനിൽക്കും. അപ്പോൾ കരിയിലയിൽ അവിടെ ഒളിച്ച് നിന്നിട്ട് ആ സുഖമായിട്ട് കിടന്നുറങ്ങും. നമുക്കറിയില്ല, നമ്മൾ കയ്യോട് ഇങ്ങനെ അത് വാരലായിരിക്കും. അപ്പം ആയിരിക്കും കൈക്ക് കൊത്തിട്ടുന്നത്. നമുക്ക് പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട, കിട്ടിയാൽ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ കരിയിലൻ്റെ ഉള്ളിൽ ഇവർക്ക് ആഹാരമുണ്ട്. ഇരയെ പിടിക്കാനാണ് ഈ പാമ്പുകൾ വരുന്നത്. അതായത് ഇതിനുള്ളിൽ പല്ലി ഉണ്ടാവും, തവള ഉണ്ടാവും, എലിയൊക്കെ ഉണ്ടാവുമല്ലോ കരിയിലൻ്റെ ഉള്ളിലൊക്കെ. അത് പിടിക്കാനാണ് ഈ പാമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ നല്ല ഈർപ്പാണ്. പിന്നെ അത് മാത്രമല്ല, പാമ്പുകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കരിയിലേൻ്റെ അതേ കളറാണ് പാമ്പിന്. നമ്മൾ കാണൂല, നമുക്ക് കുറേ പ്രായമുള്ളവർക്ക് തീരെ കാണൂല. അപ്പോൾ നമ്മൾ അത്തരം കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കരിയിലേൻ്റെ അടിയിൽ എന്തുകൊണ്ടാണ് ഈ പാമ്പ് ഇങ്ങനെ വന്ന് ഒളിച്ചിക്കുന്നത്. ചെയ്യുന്നവർക്ക് കരിയിലല്ലാണ്ടാവൂരല്ലോ. അപ്പം നമ്മൾ കരിയില വാരാൻ വരും, ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു അപകടവും വരില്ല. ഈ പാമ്പൊന്നും നമ്മളെ വന്നിങ്ങോട്ട് കടിക്കൂല, നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചത് കൊണ്ട്, നമ്മൾ അറിയാണ്ട് ചവിട്ടുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കരിയില വാരാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഗ്ലൗസ് ഇടുക. പിന്നെ അടുത്ത് പാമ്പ് ഷൂ. കണ്ടോ, ഈ പാമ്പ് ഷൂ കുറേ മേലുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കരിയിലേൻ്റെ ഇടയിലൊക്കെ ചവിട്ടുക, ഒരു പ്രശ്നവുമില്ല. പിന്നെ കരിയില വരുമ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം, ഇതോ നിങ്ങളെ കയ്യിലില്ല നിൽക്കി, നിങ്ങൾ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കുക, അല്ലെങ്കിൽ നീളമുള്ള വടി എടുക്കുക. അങ്ങനെ പാമ്പെന്തുണ്ടെങ്കിൽ നമുക്ക് എഴഞ്ഞെങ്കിലും പോകാൻ നമ്മൾ കാണും, നേരെ കാണുന്നത്. ഇപ്പം നമ്മൾ എന്താക്കണം എന്നറിയോ, എൻ്റെ തോട്ടം നോക്ക്, ഞാൻ എന്താ ചെയ്യാന്നറിയാം. എൻ്റെ തോട്ടം നോക്ക്, എനിക്കിവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് എല്ലാം അടിച്ച് വാരിയിട്ട് ഓരോ ചെടീൻ്റെ മുരട്ടും കൂട്ടി വെച്ചില്ല. കണ്ടോ,
വേനൽക്കാലാകുമ്പോൾ മഴ കിട്ടാണ്ടാകുമ്പോൾ ഇല തൊയ്യുന്ന് കരിഞ്ഞ് ഉണങ്ങി വീഴുന്നത്, അതാണല്ലോ ഈ കരിയില. അപ്പം ഞാനിതാ മൊത്തം എല്ലാ ചെടീൻ്റെ തോട്ടം നല്ല വൃത്തിയാണ്, എനിക്ക് സുഖമായിട്ട് നടക്കുക. പാമ്പുണ്ടോ ഇലൻ്റെ അടിയിലൊന്ന് ഒളിച്ചിക്കൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പിന്നെ ഇതിൻ്റെ പുറമെ റോഡടിച്ച് വരും. ഞാൻ റോഡടിച്ച് പറഞ്ഞാൽ എന്തൊരു നന്മയെന്നറിയോ? കാരണം എന്താ പറയുക, പാമ്പൊക്കെ വരുന്നത് മക്കൾ മദ്രസയിൽ സ്കൂളിലും പോകുന്ന മക്കളല്ലേ, ചവിട്ടി പോകണ്ടല്ലോ. അത് നല്ലൊരു ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഇതങ്ങനെ ഇങ്ങനെ നോക്കുക ഉണ്ടോ എന്നുള്ളത് ഒക്കെ മെല്ലെ ഇങ്ങനെ വലിച്ച് കൂട്ടുക. ഇപ്പം ഞാൻ കോരുന്നില്ല, ഞങ്ങൾ കാണിച്ചു തരുന്ന ഇതൊക്കെ ഞാനിങ്ങനെ അട്ടിക്ക് വെക്കുന്ന അവരെ. ഇതേപോലത്തെ ഒന്ന് എടുത്ത് കഴിയുക, ഗ്ലൗസ് ഇടുക. പിന്നെ നമ്മൾ ഗ്ലൗസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇത് വേഗം പോയിട്ട് ഗ്ലൗസ് അങ്ങ് ഇടരുത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിക്കുന്നുണ്ടാവും, ചെറിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ കടിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം കിട്ടുക നമ്മളെ വിരലിന് കടിക്കുക. ഇതും ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈർക്കിളിയൊക്കെ തട്ടുന്നത് ഗ്ലൗസ് ഇടുന്നതിന് നല്ലതാണ്. പിന്നെ നല്ലത് മണ്ണ് നഖത്തിനുള്ളിലാവുക. അതിന് കുറേ ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് പാമ്പിൻ്റെ തോട്ടം നോക്കി അതൊക്കെ എൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത. എല്ലാം കൂട്ടി വെച്ചിയ ഞാൻ ഇവിടുന്ന വാരല്. ഇവിടെ ഇഷ്ടം പോലെ ഇവിടെയാണ് എനിക്ക് കൂടുതൽ. അവർ അടിച്ച് വാരി ഇവിടെ കൂട്ടിയിടൂ. ഞാൻ എന്താക്കുന്ന അറിയതാ, ഞാൻ അങ്ങോട്ട് വലിച്ചിടും. ഇതൊക്കെ ഞാനിട്ട് ഇവിടുന്ന് അടിക്കല്. ഇതൊക്കെ എൻ്റെ കരിയില, ഇഷ്ടം പോലെ കരിയില. ഇതേപോലത്തെ ഒന്നും ഉണ്ടായാൽ മതി. ഇതിനധികം പൈസയൊന്നും വേണ്ട. ഇതൊക്കെ പറയാനുണ്ടായ കാരണം മെനിയാന്ന് നമ്മളെ വാർത്തയെ കണ്ടില്ലേ, ഒരു പയ്യനാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാമ്പ് വന്ന് അണലി കടിച്ചു മരിച്ചു. ഭയങ്കര സങ്കട വാർത്ത ഇപ്പോഴല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരാപത്ത് വരാതെക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അത് അത്രയും കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കരിയില വാരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരട്ടോ. ഈ ചെടിച്ചട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ പാമ്പ് വന്ന് കൂടും. കാരണം വേനൽക്കാലത്ത് നമ്മൾ നനക്കുമ്പോൾ ഈർപ്പുണ്ടാവുമല്ലോ. പിന്നെ കരിയില കമ്പോസ്റ്റ് അല്ല, കരിയില തന്നെ പൊത ഇടുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നനക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുല്ല് പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു ഇരുട്ട് പോലെ ചുറ്റും ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിലൊക്കെ കൈ ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും കടിക്കുന്നത്. എനിക്ക് പരിചയമുണ്ട് ഒരാളെ എൻ്റെ കൂട്ടുകാരിൻ്റെ അമ്മ ചെടിച്ചട്ടിയിൽ നിന്ന് പുല്ല് പറിച്ചതാണ്. എന്നിട്ട് പാമ്പ് കടിച്ചു മരിച്ചു പോയ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയും, ഇതിൻ്റെ ഉള്ളിൽ കൈയിടുമ്പോൾ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. മെല്ലെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഒരു വടിയെന്നെങ്കിലും വേണം. അങ്ങനെ വലിച്ചെടുത്തിട്ട് വടിയൊക്കെ നോക്കിയിട്ട് കാഴ്ചക്കുറവുള്ളിൽ കണ്ണടെങ്കിലും വെക്കണം. കണ്ടോ, ഇതിലൊക്കെ ഇരുട്ടാ, ഒന്ന് കൂടുതൽ നമുക്ക് കാണാൻ കഴിയൂല. അപ്പോൾ ചെടിച്ചട്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെടി ഭ്രാന്തുള്ളത് കൊണ്ട് നിറയെ ചെടി പിടിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ മൊത്തം കാട് പോലും ആവും. പിന്നെ നനയ്ക്കും ചെയ്യുമ്പോൾ നനവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ മക്കളൊക്കെ ഷൂ ഇവിടെ ഊരി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിലും പാമ്പ് വരും. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഷൂ ഇടുമ്പോൾ നമ്മൾ കമഴ്ത്തി ഒന്ന് മുട്ടിയിട്ടേ കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ എത്ര കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ അടിച്ചു വാരിക്കഴിഞ്ഞ് ചൂല് കുത്തനങ്ങനെ അട്ടിക്കാട് വെക്കും, അതിൻ്റെ ഉള്ളിലും വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒളിഞ്ഞിരിക്കും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേനൽക്കാലാണിത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ പറഞ്ഞാൽ, എൻ്റേത് കണ്ട് അതുപോലെ കരിയില വരുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്കുള്ളത്. അതാ എനിക്ക് ഭയങ്കര സങ്കടം. ആ വാർത്ത കേട്ടവൻ തുടങ്ങി ഞാൻ പറയണല്ലോ ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നതാണ്. എനിക്കും ബാധക നോക്ക്, എൻ്റേത് നോക്ക്, ഇരുട്ടായി കിടക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നിറയെ അങ്ങോട്ടേക്ക് ശാഖകളൊക്കെ വന്ന് പച്ചിപ്പോയിട്ട് നോക്ക്, എന്താ ഉഷാറ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ച് നമ്മൾ കാണുക തന്നെയല്ല. പുല്ലറിക്കുമ്പോഴൊക്കെ അങ്ങോളം എൻ്റെ ചീരച്ചേമ്പൊക്കെ അങ്ങ് ഇരുട്ടായി പോയിക്ക്. നമ്മൾ ആ വളമൊക്കെ ചേർക്കുന്നത് കൊണ്ടേ, നമ്മൾ ആ പുല്ല് ചേർത്ത വളമൊക്കെ നൈട്രജൻ്റെ ഇതൊക്കെ കണ്ടോ ഇരുട്ടാ. ഇപ്പം എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും നിങ്ങൾ ഓരോ ഇതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കൃഷി എടുക്കുകയാണല്ലോ, നമ്മളെ മെയിൻ വീഡിയോയിലുള്ളത് തന്നെ കൃഷിയാണല്ലോ, ഇഷ്ടപ്പെടുന്നവരാണല്ലോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.